ഹലോ ഗൈസ്, കാസർഗോഡ് ഒരു യൂറോപ്യൻ ടച്ച് ഉള്ള ഒരു വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതും 10 സെന്റിൽ വളരെ മനോഹരമായ ഒരു വീടിന് മുമ്പിലാണ് നമ്മളുള്ളത്. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, വാ. ഈ യൂറോപ്യൻ വീടിന് കുറേ പ്രത്യേകതകളുണ്ട്. ഈ വീടിന് ഒരു കോൺക്രീറ്റും യൂസ് ആക്കിയിട്ടില്ല. എല്ലാം GI വർക്കിൽ റൂഫ് ടൈൽസ് ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു മരം യൂസ് ആക്കിയിട്ടില്ല. എല്ലാം UPVCയിലും WVCയിലും ഗ്ലാസ് വെച്ച് ചെയ്ത ഒരു വളരെ മനോഹരമായ ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീടിലാണ് നമ്മളുള്ളത്. അതും വളരെ പാരലായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെയ്തിട്ടുള്ള ഒരു വീടാണ്. മൊത്തം നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി പറ്റും. ഒരു സ്ഥലത്ത് പോലും മരങ്ങൾ യൂസ് ആക്കിയിട്ടില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു വീട് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ മൊത്തം ഇൻറ്റീരിയർ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം, വാ. ആദ്യം കയറുമ്പോൾ തന്നെ വളരെ ഒരു വൈഡായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമ്മളുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈറ്റൊക്കെ കാണണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ മൊത്തം ഈ ഒരു പാരലായിട്ടുള്ള വിൻഡോ UPVC വെച്ച് ചെയ്തതാണ്. അപ്പോൾ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് നമ്മൾ പുറമൊക്കെ യൂറോപ്പിലൊക്കെ പോയാൽ കാണാൻ വേണ്ടി പറ്റും. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ ഡിസൈൻ ചെയ്ത വീട്, അതുപോലത്തെ ഒരു വീടാണ് ഇത്. ആദ്യം തന്നെ നമ്മൾ കയറുന്നത് ഒരു യൂറോപ്യൻ ടച്ചുള്ള ഇൻറ്റീരിയർ തീമിലേക്കാണ്. ആദ്യം തന്നെ ലിവിങ് സ്പേസ് ആണ്. രണ്ട് സൈഡും സോഫ കൊടുത്തിട്ടുണ്ട്. വളരെ ആൻറ്റിക് ആയിട്ടുള്ളൊരു സോഫയാണ്. അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് സ്പേസിൽ TV കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷാങ്ലിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൈറ്റാണ്. അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊരു വാള് കൊടുത്തിട്ടുണ്ട്. അടുത്ത നമ്മൾ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ടേബിൾ ഈസി ആയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ചെയറിൻ്റെ സ്പേസ് പോലും നമുക്ക് ഒട്ടും വേസ്റ്റ് ആകുന്നില്ല. ഒന്ന് കാണാം, ഇതാ ഈസി ആയിട്ടാണ് ഈ ഒരു ഡൈനിങ് ടേബിൾ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷാങ്ലിയർ ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യൂറോപ്യൻ ടച്ച് ആയിട്ടുള്ള ഒരു കിച്ചണിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വളരെ വൈറ്റ് തീമിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. ലൈറ്റൊക്കെ ഒന്ന് ഓൺ ചെയ്യാം. ഈ ഒരു വൈറ്റ് തീമിലുള്ള കിച്ചണ് ആദ്യം തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ ഇതൊരു ചിമ്മിനിയും ഹോബാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഓവനാണ്. ഇതൊരു ഫോൾഡിങ് കപ്പ് ഹോൾഡറാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇതൊരു പുൾ ഔട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ കപ്പ് ആൻഡ് സോസർ, താലി, അങ്ങനത്തെ എല്ലാ സാധനവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചൻ്റെ ടോപ്പിലിട്ടത് ഒരു ഫുൾ ബോഡി ടൈലാണ്. അതും മൊസൈക്ക് ടൈപ്പായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ഫുൾ ബോഡി ടൈലാണ്. അതുപോലെ തന്നെ കിച്ചൻ്റെ വാളിലേക്ക് കൊടുത്തിട്ടുള്ളത് ഒരു മൊറോക്കൻ തീമിലുള്ള ഒരു ടൈലാണ്. വളരെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇതൊരു കോഡ് സിങ്കാണ്. ഒരു വൈറ്റ് തീമിലുള്ള ഒരു കോഡ് സിങ്കാണ്. അതുപോലെ തന്നെ ഇതൊരു പുൾ ഔട്ട് ഫോസെറ്റാണ്. എല്ലാം ഒരു യൂറോപ്യൻ ടച്ച് തീമിലാണ് ഈ ഒരു കിച്ചൺ ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരു വൈറ്റ് തീമിലേക്ക് ഒരു മൊറോക്കൻ തീമിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യമാണ്, ഈ ഒരു കിച്ചൻ്റെ അകത്ത് നിങ്ങൾ ഫ്രിഡ്ജ് കാണുന്നുണ്ടോ? എന്നാൽ ഇതിൻ്റെ അകത്തൊരു ഫ്രിഡ്ജ് ഉണ്ട്. നമുക്ക് നോക്കാം. ഈ ഒരു കബോർഡിനകത്താണ് ഈ ഒരു ഫ്രിഡ്ജ് വന്നിട്ടുള്ളത്. ആരും വിശ്വസിക്കില്ല ഈ ഒരു കബോർഡിൻ്റെ അകത്തൊരു ഫ്രിഡ്ജ് ഉണ്ടെന്ന്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഇതൊരു ഫ്രീസറാണ്. അത്തരം മൈന്യൂട്ടായിട്ടാണ് ഓരോ സ്പേഷ്യസും ഈ കിച്ചൻ്റെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചൺ ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിനൊരു പ്രത്യേകത ഉണ്ട്. എവിടെയും കോൺക്രീറ്റ് യൂസ് ചെയ്തിട്ടില്ല. എല്ലാം GI വർക്കിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചണാണ് ഇത്. നിങ്ങളുടെ കിച്ചൺ ചെറുതാണോ എന്നൊരു ടെൻഷന് വേണ്ട. ഡൈനിങ് ടേബിൾ എവിടെ കൊണ്ടുവെക്കും, ഫ്രിഡ്ജ് എവിടെ കൊണ്ടുവെക്കും? എന്താ ഫ്രിഡ്ജൊക്കെ ഇതിൻ്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഡൈനിങ് ടേബിൾ നമുക്ക് ഫോൾഡബിൾ ഡൈനിങ് ടേബിളാണ്. ഈസി ആയിട്ട് നമുക്ക് 3 പേർക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു അടിപൊളി ഡൈനിങ് ടേബിളാണ്. ഈസി ആയിട്ട് 3 പേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് ടേബിളാണ്.
അതുപോലെ തന്നെ ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിളാണ് ഇത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഡൈനിങ് വാഷ് ബേസിനാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാഷ് ബേസിനാണ്. ഒരു ഗോൾഡും ബ്ലാക്കും തീമിൽ ചെയ്ത ഒരു ഇമ്പോർട്ടഡ് വാഷ് ബേസിനാണ്. അതിൻ്റെ ഇതൊരു ഫോസെറ്റാണ്, പില്ലർ കോക്കാണ്. അതിൻ്റെ നോബ് ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, ഓഫ് ഓൺ. അതുപോലെ തന്നെ അതിന് മാച്ച് ആയിട്ടുള്ളൊരു ബ്രഷ് പ്ലേറ്റ്, ഒരു ഗോൾഡ് മിററാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒരു തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഡ്രോപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 10 വർഷം വാറൻറ്റി ഉള്ള ഒരു വാഷ് ബേസിനാണ്. അതുപോലെ തന്നെ ഡ്രോപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫോസെറ്റ് പില്ലർ കോക്കാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ വെറൈറ്റി പ്രോഡക്ട്സ് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇരുന്ന് ഉറങ്ങാൻ പറ്റിയ ഒരു ചെയർ ക്ലോസറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ വീട്ടിലേക്ക് ബാത്റൂമിലേക്ക് ചെയർ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് നോക്കാം. ഇതൊരു ചെയർ 1 പീസ് ക്ലോസെറ്റാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഡ്രോപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 10 വർഷം വാറൻറ്റി ഉള്ള ഒരു ക്ലോസെറ്റാണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ബാത്റൂമിൽ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോസറ്റ് കൂടിയാണിത്. നമുക്കിതാ 2 ഹാൻഡിൽസ് ഉണ്ട്, ഇങ്ങനെ പിടിച്ച് എണിക്കാൻ വേണ്ടി പറ്റും. ഇതൊരു 1 പീസ് ക്ലോസറ്റാണ്. ഇതിൻ്റെ ഫ്ലഷ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്, മുകളിലൊരു ഭാഗത്താണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ് കവർ വളരെ ഹെവി ആയിട്ടുള്ളൊരു സീറ്റ് കവറാണ്. ഇതൊരു സോഫ്റ്റ് ക്ലോത്ത് സീറ്റ് കവറാണ്. ഇതാ നല്ല സോഫ്റ്റായിട്ട് പോകുന്നൊരു സീറ്റ് കവറാണ്. ഇത് ഫ്ലഷാണ്. ഇതാ ഇത് പ്രസ് ചെയ്താൽ മൊത്തം വെള്ളം ഇങ്ങനെ പോകും. നമുക്ക് ബാത്റൂമിലേക്ക് ഇനി വാൾ ഹാങ് വെക്കണമെന്നൊരു കൺസെപ്റ്റ് വേണ്ട. അതിൽ ലീക്കേജും ഫ്ലഷ് കംപ്ലൈൻറ്റും അങ്ങനെ വരാറുണ്ട്. ഇതാണെങ്കിൽ ഈസി ആയിട്ട് 1 പീസ് ക്ലോസറ്റ് ഫ്ലഷ് വെച്ചൊരു സാധനമാണ്. കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഡ്രോപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 10 വർഷം വാറൻറ്റി ഉള്ള ക്ലോസറ്റാണ് ഇത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കളർ തീമിൽ ചെയ്ത ഒരു ബെഡ്റൂമിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ലാവൻഡർ തീമിൽ ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ബെഡ്റൂമാണ്. ഒരു ഡബിൾ സ്പേസ് ആണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത്. ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. ഇവിടെ എവിടെയും കോൺക്രീറ്റ് കൊടുത്തിട്ടില്ല. ഇത് മൊത്തം GI സ്പേസിൽ ചെയ്തൊരു വീടാണ്. അതിൻ്റെ അടിയിൽ കൊടുത്തത് മൾട്ടി വുഡാണ്, അതിലേക്ക് പെയിൻറ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതൊരു ലാവൻഡർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കബോർഡ്സൊക്കെ ലാവൻഡർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം സ്ലൈഡിങ് കബോർഡ്സ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോട്ടും ബെഡും എല്ലാം ഒരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ഔട്ട്ഡോറിൻ്റെ വ്യൂ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു അറബിക് കേട്ടനാണ്. ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. ഈ ഒരു അറബിക് കേട്ടൻ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ഗ്ലാസ് ആണ് ഇവിടെ ഇട്ടുള്ളത്. ഒരു സിംഗിൾ ഗ്ലാസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടുന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഇതൊരു ബെഡ്റൂമിൻ്റെ വ്യൂ ആണ്. നമുക്ക് റിസോർട്ടിൽ നിന്നൊരു ഫീലിംഗ് ആണ് ഈ ഒരു ബെഡ്റൂം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഓരോ കാര്യം ചെയ്തിട്ടുള്ളത്. ഒരു ലാവൻഡർ തീമിലാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷാങ്കിയർ ലൈറ്റും ഇത് ഇമ്പോർട്ട് ചെയ്തതാണ്. ലൈറ്റ്സൊക്കെ വളരെ എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം തന്നെയാണ്. അടുത്തതായിട്ട് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം. ഇതും ഒരു കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊരു പേസ്റ്റൽ ഗ്രീൻ കളർ തീമിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വാർഡ്രോബ് ആണെങ്കിലും ബെഡ് കോട്ട് ആണെങ്കിലും എല്ലാം ഒരു പേസ്റ്റൽ കളറിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കേർട്ടനാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഔട്ട്സൈഡൊക്കെ നോക്കിയാൽ ഫുൾ ലെങ്തി ഗ്ലാസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വ്യൂ നോക്കുക, വാ, ഇത് രണ്ടാമത്തെ ബെഡ്റൂമിലുള്ള ഒരു വ്യൂ ആണ്. എല്ലാം ഒരു യൂറോപ്യൻ ടച്ചിലാണ് ഈ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഷാങ്കിയർ ലൈറ്റും ഇതും ഇമ്പോർട്ട് ചെയ്തതാണ്. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഐറ്റമാണ്. ഇങ്ങനത്തെ എന്തെങ്കിലും റിക്വയർമെൻറ്റ് വീട് മനോഹരമാക്കാൻ പറ്റിയ എന്തെങ്കിലും റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നമ്പർ കൊടുക്കുന്നത് നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഇതിൻ്റെ ബാത്റൂം 1 പീസ് ക്ലോസറ്റ് ആണ്. ഇത് ഡ്രോപ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 1 പീസ് ക്ലോസറ്റ് ആണ്. ഈ ക്ലോസറ്റിൽ നിങ്ങൾക്ക് എവിടെയും ഫ്ലഷ് കാണാൻ വേണ്ടി പറ്റൂല. ഈ ഒരു സൈഡിലായിട്ടാണ് ഫ്ലഷ് വരുന്നത്. നോക്കാം,
ഇതുപോലത്തെ വെറൈറ്റി വീടുകളുടെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വീട് കിട്ടുന്ന ചങ്ക് ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക.